മനസ്സിലാക്കുക. നിങ്ങളുടെ മരുമകൻ ബ്രാഞ്ച് സെക്രട്ടറി ഞങ്ങളുടെ ആളുകൾ കൊടുത്ത ഉത്തരവിതാണ്. നിങ്ങൾ വരുമ്പോൾ നാട്ടിൽ നിൽക്കാൻ പാടില്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് നടക്കാൻ പാടില്ല. ഒരു കല്യാണത്തിന് മൂന്ന് പേര് അതിൽ 3 പേർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് പോയിട്ട് പറഞ്ഞു പോലും നിങ്ങളോടല്ലേ ഒരുമിച്ച് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒരുമിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്, എഴുന്നേൽക്കെന്ന് പറഞ്ഞ് കല്യാണ വീട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഒരുമിച്ചിരുന്നത് അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. അവരാകെ ചെയ്തു പോയത് ഈ തമ്പുരാക്കന്മാരുടെ ഇവിടെ നാട്ടിൽ സംഘത്തിൽ വിശ്വസിച്ചുപോയി, സംഘാദർശത്തിൽ വിശ്വസിച്ചുപോയി എന്നത് മാത്രമാണ് അവർ ചെയ്ത കുറ്റം. ഇതുപോലെ ഒരുപാട് സ്വയംസേവന്മാർ ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യനായി ജീവിക്കാൻ അവർക്ക് അവകാശമില്ല. വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഒരുമിച്ച് നടക്കാൻ സാധിക്കുന്നില്ല, വിശ്വസിക്കുന്ന ആദർശത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല, കുറി തൊട്ടുകൂടാ, അമ്പലത്തിൽ പോയി കൂടാ. ഇതൊക്കെ അനുഭവിക്കുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. ഇപ്പോ ചാനൽ ചർച്ചകളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക നായകനായി വരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ നാട്ടിലാണ് സംഭവം. ഇതിന് തൊട്ടടുത്ത സ്ഥലമാണ് കതിരൂർ എന്ന് പറയുന്ന പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ കിഴക്കേ കതിരൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ധാരാളം സ്വയംസേവന്മാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഓരോ സ്വയംസേവകനെയും മാറ്റാൻ വേണ്ടി അവിടെ നടത്തിയ പ്രവർത്തനം, വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ കല്യാണം മുടക്കിക്കൊണ്ട് ഒരു കുടുംബനാഥൻ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക? ആ മകളുടെ ഒരു അന്വേഷണമായി വരുന്ന സമയത്ത് ആ വീട്ടിലോ ആ പെണ്ണോ വെറുതെ നശിക്കണ്ടേ എന്ന് കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുന്നവരോട് നാട്ടുകാർ പറഞ്ഞാൽ ആരവിടെ പോകും? അങ്ങനെ 4-5 വീടുകളിൽ ഈ നേതാവിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ളത് സ്വയംസേവനാണ്, അച്ഛൻ മാർക്സിസ്റ്റുകാരാണ്. പക്ഷെ അയാളെ ആ വീട്ടിൽ വരാൻ സമ്മതിക്കില്ല. വന്നാൽ അയാളെ അടിക്കും. അയാളതുകൊണ്ട് അമ്മ വീട്ടിൽ തൊട്ടടുത്ത പത്തായക്കുന്ന്, നമ്മളൊരു സംഘത്തിന്റെ ഒരു കേന്ദ്രമാണ്, പൊങ്കച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അതിനടുത്തടുത്ത സ്ഥലമാണ്. 6 കൊല്ലം വീട്ടിൽ വരാൻ സമ്മതിച്ചില്ല. അച്ഛനെയും അമ്മയെയും കാണാൻ സ്വന്തം വീട്ടിൽ വരാൻ സമ്മതിച്ചില്ല. അവസാനം ഒരു ഓണത്തിന്റെ തലേന്ന് മാർക്സിസ്റ്റുകാരനായ അച്ഛൻ നാണുവാട്ടൻ ഈ ജയരാജനോട് പോയി ചോദിച്ചു, നാളെ ഓണല്ലേ, പ്രശാന്ത് ഒന്ന് വീട്ടിൽ വന്നോട്ടെ എന്ന്. അപ്പൊ തമ്പുരാൻ പറഞ്ഞത്, അവനൊന്ന് ഇവിടെ വന്നങ്ങനെ ഓണം ഉണ്ണണ്ടാന്ന്. ആ അച്ഛൻ കരഞ്ഞുകൊണ്ടാണ്, അയാൾ ജന്മന ഈ ജയരാജനേക്കാളും 50 വർഷം മുമ്പേ കമ്മ്യൂണിസ്റ്റുകാരനാണ്. സ്വന്തം മോനൊന്നു ഓണമൊന്ന് വീട്ടിൽ വന്ന് ഉണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് അവനൊന്നും വീട്ടിൽ വന്ന് ഓണം ഉണ്ടണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ അച്ഛൻ ചോദിച്ചു നോക്ക്, ഞാനൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോ വന്നിട്ട് പിന്നെ ഓണത്തിനൊരു പ്രശ്നം വേണ്ട, അച്ഛൻ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് മകൻ അയച്ചതാണ് അച്ഛനെ. അച്ഛൻ പോയിട്ട് മോനോട് പറഞ്ഞത്, മോൻ വരണ്ടെന്ന്. ആ മകൻ എന്ത് ചെയ്യണം? ആ മകന്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യണം? എനിക്ക് എന്റെ വീട്ടിൽ പോയി ഓണം ഉണ്ടാൻ സാധിക്കില്ലെങ്കിൽ, അങ്ങനെയൊക്കെയാണ് ചിലര് അങ്ങനെ ഓണം കൊണ്ട് സുഖിക്കേണ്ടെന്ന് തീരുമാനമൊക്കെ ഉണ്ടാവുന്നു. അതൊന്നും ഒരു ഗൂഢാലോചനയൊന്നും വേണ്ട. ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വീട്ടിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ, അച്ഛനെയും അമ്മയെയും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു പാർട്ടി കേന്ദ്രത്തിന്റെ നടുവിൽ ഈ സംഘത്തിൽ വിശ്വസിച്ചു പോയി എന്നുള്ളതുകൊണ്ട് അവിടെ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ തൊട്ടപ്പുറത്ത് മാതൃഭൂമിയിൽ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും. നേരത്തെ ഒരു മധുരാജ് എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ ജീവൻ പണയം വെച്ച ആ ഫോട്ടോ അദ്ദേഹം പോയി എടുത്തത്. ഒരു വീട്, അനിൽകുമാർ എന്ന സ്വയംസേവൻ, പി ജയരാജന്റെ വീട്ടിന്റെ തൊട്ടു മുമ്പിലുള്ള ഒരു സ്വയംസേവന്റെ വീട് പൂർണ്ണമായി തകർത്ത്, ആ വീട്ടിനുള്ളിൽ വീട്ടിന്റെ നടുവിലെ തകർത്ത് അവർ തെങ്ങ് നട്ടു. ആ തെങ്ങ് വളർന്നു. വീട്ടുടമസ്ഥന് വീട് കാണാൻ കഴിഞ്ഞിട്ടില്ല, തന്റെ തകർത്ത വീട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രദേശത്ത് പോയിക്കൂടാ. ഞങ്ങളൊക്കെ അന്ന് ചെല്ലുന്ന സമയത്ത് ആ തെങ്ങെങ്ങനെ വളർന്നു നിൽക്കുകയാണ്. വീട് തകർത്ത് വീട്ടിനുള്ളിൽ തെങ്ങ് നട്ടു.
എന്നിട്ട് വീട്ടുകാരനെ അവിടെ പ്രവേശിപ്പിക്കുന്നില്ല. എന്തായിരിക്കും നിങ്ങളുടെ മാനസികം? നിങ്ങൾ എന്തും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ എത്തുന്നു? സ്വന്തം വീട്ടിൽ ആ വീടൊന്ന് പോകാൻ സാധിക്കാതെ ആ വീട് തകർത്ത് വീട്ടിനുള്ളിൽ തെങ്ങ് വെച്ചിട്ട് ആ ദൃശ്യം പത്രത്തിൽ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഏതു മാനസികാവസ്ഥയിലെത്തും? CPM-ന്റെ ഓരോ ഗ്രാമങ്ങളിൽ അവിടെ ചില സ്വയംസേവന്മാർ ചേർന്നിട്ട് ഈ കിഴക്കേക്കതിരൂർ തന്നെ അവിടുത്തെ ഒരു 10, 30, 40 പേര് ഈ ഭീഷണിയും പീഡനവുമെല്ലാം സഹിച്ചുകൊണ്ട് അവിടുത്തെ നിൽക്കുന്നു. തലശ്ശേരി താലൂക്ക് കാര്യവാഹ് ഇപ്പോഴും പി ജയരാജന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരാളാണ് മനോജ്. അയാളൊക്കെ ഇപ്പോഴും പിടിച്ചേക്കുന്നു, സംഘപ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നു. ജയരാജൻ അവിടുന്ന് വീട് മാറിപ്പോയി, ഇപ്പോ വേറെ സ്ഥലത്തേക്ക് പോയി. പക്ഷേ ആ സ്ഥലത്ത് ഇതുപോലെ നമ്മുടെ സ്വയംസേവന്മാർ കഷ്ടപ്പെട്ടു വാങ്ങിയ ഒരു സ്ഥലത്ത് ഒരു ചെറിയ സരിക എന്ന് പറഞ്ഞിട്ട് ഒരു സാംസ്കാരിക കേന്ദ്രമുണ്ട്. ആ സാംസ്കാരിക കേന്ദ്രത്തിൽ നമ്മുടെ സ്വയംസേവകരെ സ്മരിക്കില്ല. ആ സാംസ്കാരിക കേന്ദ്രം നമ്മുടെ സ്വയംസേവർ അവിടെ കയറി അടിയാണ്. എന്നിട്ട് അവര് അതിനുള്ളിൽ കൈയടക്കി വെച്ച് അതിന്റെ മേലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയിരുന്നു. സമാധാന കമ്മിറ്റിയൊക്കെ അതിനുശേഷമാണ് ധൈര്യത്തിലൂടെ പോയത്. അപ്പൊ അതിന്റെ മേലെ ഇപ്പൊ എഴുതി വെച്ചിരിക്കുകയാണ് സ്റ്റാലിൻ ബ്രദേഴ്സ് എന്ന് എഴുതി വെച്ചിരിക്കുക. നമ്മുടെ സ്വയംസേവന്മാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ ഈ മുഷ്ക്, ഈ ഔദ്ധത്യം. അപ്പൊ അവിടുത്തെ തൊട്ടിപ്പുറത്തെ സ്വയംസേവന്മാർ പറഞ്ഞു, അതിന്റെ പരിസരത്തുള്ള വീടുകളിൽ ഓരോ വീടുകളിലും ഉള്ള ആളുകൾ അവരിപ്പോഴും സംഘത്തിൽ വിശ്വസിക്കുന്നു. സംഘാദർശം അവരുടെ ഉള്ളിലുണ്ട്. അവർ തൊട്ടപ്പുറത്തെ ശാഖയിൽ പോകുന്നു. പക്ഷെ അവർക്ക് സ്വന്തം നാട്ടിൽ ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇത്തരം അനുഭവങ്ങൾ ഓരോ CPM കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള പീഡനങ്ങൾ ഏറ്റാണ് വളരുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഏറ്റവും നന്നായിട്ട് ജനാധിപത്യം ഉണ്ടാവുമെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആ സമയത്ത് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റും എന്നൊക്കെയാണല്ലോ വിശ്വാസം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയുടെ അനൗൺസ് വാഹനം പേരാവൂർ, ഞങ്ങളുടെ നിയോജകമണ്ഡലമാണ്, എന്റെ അടുത്ത പഞ്ചായത്താണ് മുഴക്കുന്ന് എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ മുടക്കോഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ അനൗൺസ്മെന്റ് വണ്ടി ആദ്യമായിട്ട് ഒരു അനൗൺസ്മെന്റ് വണ്ടി CPM-ന്റെ അല്ലാത്ത ഒരു വണ്ടി കയറിപ്പോയി. ഉടൻ തന്നെ കുറെ ആളുകൾ കൊണ്ട് വണ്ടി തടഞ്ഞു. അവർ ചോദിച്ചത്, ഇവിടെ മറ്റു പാർട്ടിക്കാരുടെ അനൗൺസ്മെന്റ് അവരാവാൻ പാടില്ല എന്നറിയില്ലേ? അപ്പൊ ഇതിലുള്ള ചില ആളുകൾ ചോദിച്ചു, അവർക്ക് ഇതിന്റെ ഗൗരവം അറിയില്ല, അത് എവിടുത്തെ നിയമ? അവർ പറഞ്ഞു, അത് ഇവിടുത്തെ നിയമം. ഈ എവിടുത്തെ നിയമാണെന്ന് ചോദിച്ചപ്പോ അടികിട്ടി. ഡ്രൈവറെയും അനൗൺസറെയും എല്ലാം അടിച്ച് താഴെയിട്ടു. എന്നിട്ട് അവർ 5-6 ആളുകൾ വണ്ടിയിൽ കയറി. എന്നിട്ട് അനൗൺസ് ചെയ്യുന്ന BJP-യുടെ കുടികെട്ടിയ ആ അനൗൺസ് വണ്ടിയിൽ ഇതുവരെ BJP സ്ഥാനാർത്ഥി OK വാസു മാസ്റ്റർക്ക് അനൗൺസ് ചെയ്ത ആളോട് പറഞ്ഞു, ഇനി AP അബ്ദുള്ള കുട്ടിക്ക് അനൗൺസ് ചെയ്യണം, അവിടുത്തെ LDF സ്ഥാനാർത്ഥി. എന്നിട്ട് 5 റൗണ്ട് ഈ ഗ്രാമത്തിൽ ചുറ്റണം. അതാണ് ശിക്ഷ. ഇല്ലെങ്കിൽ മുഴുവൻ ജീപ്പും കത്തിക്കും, എല്ലാത്തിനെയും കൊല്ലും. 5 റൗണ്ട് BJP-യുടെ കുടികെട്ടിയ വണ്ടിയിൽ ഈ ഗ്രാമം മുഴുവനും ഇവരെ കൊണ്ട് അനൗൺസ് ചെയ്യിച്ചു. എന്നിട്ട് ഗ്രാമത്തിന്റെ അവർ നിശ്ചയിച്ച അതിർത്തി വരെ ഈ വണ്ടിയിൽ തന്നെ വന്ന് അവരവിടെ ഇറങ്ങിയതിനു ശേഷം, ഇനി നിങ്ങൾ എന്താ പ്രയോഗിച്ചത് ഞാനിവിടെ പറയുന്നില്ല, ആർക്കു വേണമെങ്കിലും അനൗൺസ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിട്ടാൽ എന്തായിരിക്കും അത് കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ? അവിടെ നടി കിട്ടിയവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പൊ അവർ പറയുന്നത് അവിടെ RSS ക്ഷീണിച്ച അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ്, ശാഖയില്ല എന്നൊക്കെ അവർ പ്രചരണം നടത്തുന്നുണ്ട്. ഈ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് വോട്ടർ പട്ടിക പേര് ചേർക്കാൻ സമ്മതിക്കുന്നില്ല, അടിയാണ്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ മരണം ഏറ്റുവാങ്ങുന്നതിന് തുല്യമാണ്. ബൂത്തിലിരുന്നാൽ ചിലപ്പോ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇതൊക്കെയായിട്ട് പോലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ താമര ചിഹ്നം ബാലറ്റിൽ കണ്ടിട്ട് വെറുതെ പോയിട്ട് കുത്തിയിട്ട് 1,02,000 വോട്ടുകൾ കണ്ണൂർ ജില്ലയിൽ BJPക്കുണ്ട്. ഇത്രയും പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് പോയതാണ്. 1,00,000 വോട്ടുകൾ. ഇതിനെല്ലാം ഇടയിലും വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട്.
2 സ്വയംസേവകന്മാരെ ഒരുമിച്ച് തലശ്ശേരിയിൽ ധർമ്മടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊല ചെയ്തു. സുജേഷ്, സുനിൽ, ഇതാണ് രണ്ടുപേരുടെ പേര്. അവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നിട്ട് 1 വർഷമായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലശ്ശേരി ഏരിയ സെക്രട്ടറി പുഞ്ചയിൽ നാണു എന്ന് പറയുന്ന, ഇപ്പോൾ അയാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, പുഞ്ചയിൽ നാണുവിന്റെ മരുമക്കൾ സംഘത്തിൽ വന്നു. 1 കൊല്ലത്തിനുള്ളിൽ അവരെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ പോയിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. അത് വലിയൊരു വികാരമുണ്ടാക്കി. ഇരട്ടക്കൊലപാതകം